ചരിത്രത്തിൽ മാത്രം ജീവിക്കേണ്ടതില്ല. പക്ഷെ ചരിത്രം അറിഞ്ഞുകൊണ്ട് മൂവ് ഓൺ ചെയ്യുക എന്ന് പറയുന്നതാണ് സമൂഹത്തിന്റെ ഉത്തരവാദിത്തം. എൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി എനിക്കൊരു പുസ്തകം എഴുതാൻ പറ്റും. പക്ഷെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു എല്ലാ ആളുകൾ കേൾക്കുക അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് പറയുമ്പോഴല്ലേ നമുക്ക് സന്തോഷം. നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് ബിജുപാലിനെ സംബന്ധിച്ചിട്ടൊരു ഒരു സംഗീത സംവിധായകൻ എന്നുള്ള നിലയിലാകട്ടെ, അതൊരു വരികൾ എഴുതുന്നതിനാവട്ടെ, എവിടോ ഒരു ഫ്ലേവർ എന്നും ബിജുപാലിൻ്റേത് എന്ന് പറഞ്ഞ് സിഗ്നേച്ചറായിട്ട് കിടക്കുന്ന ഒന്നുണ്ട്. രക്ഷാധികാരി വൈജുവിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തപ്പോൾ ഞാൻ എന്നിട്ട് ബിജുവേട്ടനോട് പറഞ്ഞു, അതിൽ ബിജു മേനോൻ ദിലീഷ് പോത്തനെ കാണുമ്പം ആ. മാത്രം ഒരു പ്രത്യേക രീതിയിൽ ഒരു വയലിൻ എന്തോ ഒരു ബിറ്റ് വായിക്കുന്നുണ്ട്. അത് ആ സീക്വൻസിൽ മാത്രമേ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ളൂ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം അത് അവർ തമ്മിലുള്ള ഒരു കണക്റ്റാണ്. ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ പിന്നീട് വന്ന പിള്ളേരാണ്. പക്ഷെ ഇവർ തമ്മിൽ കുറേ കാലമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ കാണുന്നില്ല. നിൻമണിയറയിലെ ഇത് എപ്പോഴും ആ വരി ഞാൻ എടുത്ത് പറയാറുണ്ട് പാട്ട്. എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു, അത് നിർമ്മലമാക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു ആൽക്കമി ഉണ്ട്, ഒരു രസതന്ത്രം ഉണ്ട് പുള്ളിയുടെ. ലക്നൗ പോലുള്ളൊരു സ്ഥലത്ത് ഇങ്ങനൊരു ഭാഷ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള രസകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞ് നമ്പർ തന്നു. എന്നിട്ട് പുള്ളി സംസാരിച്ച് കുറച്ച് സമയം കഴിയുമ്പം എനിക്ക് പോലീസ് പെർമിഷൻ വാട്സാപ്പിൽ പുള്ളി അയച്ചു തന്നു. ടെക്നോളജി നമ്മുടെ കയ്യിൽ വരുന്നു, നമ്മളല്ല ഇത് കണ്ടെത്തിയത്, നമ്മൾ എൻഡ് യൂസേഴ്സ് ആണ്, നമ്മൾക്ക് അത് ഉപയോഗിച്ചാൽ മതി അല്ലേ. ഇപ്പം രാഗം എന്ന് പറയുന്ന കാര്യം പണ്ടാരൊക്കെ ഉണ്ടാക്കി, പക്ഷെ അത് എൻഡ് യൂസറാണ് നമ്മൾ. അപ്പോൾ അത് നമ്മൾ അറിയണം എന്നുള്ളതാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പൃഥ്വിരാജിന് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിലോട്ട് എങ്ങനെ എത്തി? ഇത് വളരെ ഒരു റാൻഡം ഡിസിഷൻ ആയിരുന്നു. അഗെയിൻ KSFDCയുടെ ഒരു ചിത്രം ഈ ഒരു ലെവലിലേക്ക് ഇങ്ങനെ ഓരോ തലത്തിലും വലിയ വലിയ ഇതിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. അതിൻ്റെ താഴെയുള്ള പേരുകളാണ് അതിൻ്റെ ഒരു അസറ്റ് എന്ന് പറയുന്നത്. അതിൽ പറയുമ്പം ഇങ്ങനെയുള്ള വിജുപാൽ, ഗോകുൽദാസ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ മനീഷ് 2 തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഇലവിഴാപ്പൂഞ്ചിറയൊക്കെ ചെയ്ത ഒരു നല്ല സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ അതുപോലുള്ള ആൾക്കാരുടെ പേരിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ചൊരു വലിയ കാര്യം. പുറമേ കുടുംബചിത്രം എന്ന് പറയുമെങ്കിലും ആ പർപ്പസ് ഓഡിയൻ വായിച്ചെടുക്കുക എന്നുള്ളതാണ് സനോജിൻ്റെ ആഗ്രഹം അല്ലേ. അതുപോലെയാണ് എല്ലാ കലാസൃഷ്ടിയും. പർപ്പസ് ഇല്ലാത്തൊരു കലാസൃഷ്ടിയും ഉണ്ടാവേണ്ടതില്ല. ശരി. ഹലോ, ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അതിഥികളായിട്ടുള്ളത് അരിക എന്ന മൂവിയുടെ KSFDC പ്രൊഡ്യൂസ് ചെയ്യുന്ന അരിക എന്ന സിനിമയുടെ ഡയറക്ടർ VS സനോജും എൻ്റെ പാശ്ചാത്തല സംഗീതം ചെയ്തിരിക്കുന്ന ബിജുവാലുമാണ്. വെൽക്കം ടു നറേഷൻസ് വിത്ത് മീര നായർ. നിറഞ്ഞ സന്തോഷം രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ കിട്ടിയതിലും. ഓക്കെ, നമുക്ക് ആദ്യം ഡയറക്ടറിൽ നിന്ന് തുടങ്ങാം അല്ലേ? അതോ ഇതെനിക്ക് തോന്നുന്ന ഒരു ബിജുപാൽ ഉൾപ്പെടെ എല്ലാവരും ഇതിനൊരു യഥാർത്ഥ പാൻ ഇന്ത്യൻ ചിത്രം എന്നാണ് എല്ലാവരും ഇതിനെ വിശേഷിപ്പിച്ചത്. ആദ്യത്തെ ടൈറ്റിൽ പോസ്റ്റർ ഇറങ്ങുമ്പോൾ മുതൽ പൃഥ്വിരാജാണ് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഇറക്കിയത്. അവിടെ മുതൽ എല്ലാവരും ഇതിനെ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് അരിക് നിങ്ങളുടെ തിയേറ്ററിലേക്ക് എത്തുന്നത് എന്ന് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും അരിക് ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? അല്ല, ഈ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് അരികനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കുടുംബത്തിൻ്റെ കഥയാണ്. ബേസിക്കലി അതൊരു കുടുംബകഥയാണ്. അതായത് പക്ഷേ 3 തലമുറകളിലൂടെ ഒരു കുടുംബത്തിൻ്റെ കഥ പറയുകയാണ്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ അരികനെ കൊണ്ടുപോകുന്നത്. പക്ഷെ അത് ആ കഥ നടക്കുന്നതിൻ്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ നിന്നിട്ട് നമ്മൾ കഥ പറയുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പം ആ കാലഘട്ടങ്ങളിലുണ്ടായ മാറ്റങ്ങൾ അതിൽ കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ മറ്റൊന്ന് കേരളത്തിന് പുറത്തൊക്കെ നടക്കുന്ന കഥാപശ്ചാത്തലമുള്ളൊരു സിനിമയാണ്. ഇത് ശരിക്കും ഒരു പഴയകാല 1960s ഒക്കെ ഒരു സമയത്ത് അത് 1964 തുടങ്ങുന്ന ഒരു സിനിമയാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുന്ന ആ സാഹചര്യത്തിൽ തുടങ്ങി ഇപ്പോൾ അവസാനിക്കുന്ന തരത്തിലേക്ക് മാറുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിലൊരു വൈഡർ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പശ്ചാത്തലം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ കുടുംബത്തിൻ്റെ കഥയിൽ നിന്നിട്ട് തന്നെയാണ് അത് പറയുന്നത്. അതുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റോറി ആയിട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട്. അരിക് എന്നുള്ള പേരിന് എന്തെങ്കിലും നമ്മൾ പറയുന്ന പോലെ അരികത്ത് എന്നുള്ളൊരിതേ ഉള്ളോ, അതോ അതിനപ്പുറം എന്തെങ്കിലും ആ പേരെന്തെങ്കിലും അതിനപ്പുറം സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടുമായിട്ട് അതിനെന്തെങ്കിലും വിശേഷിപ്പിക്കുന്നുണ്ടോ? അരിക് എന്ന് പറയുന്നത് 2 അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. ഒന്ന്, അരിക് എന്ന് പറയുന്നത് നമ്മുടെ ചേർന്ന് നിൽക്കുന്ന അർത്ഥത്തിൽ അരികെ എന്ന് പറയാറുണ്ട്. ഇത് അങ്ങനെയല്ല. ഇത് മാർജിൻ എന്നുള്ള ഒരു സൈഡ് ലൈൻഡ് മാർജിനിൽ ഉള്ള ഒരു അരികാണ്. ആ തരത്തിലേക്കുള്ള വേറൊരു അറ്റത്തേക്കുള്ള ഒരു ജനസാമാന്യത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ കുറേ മനുഷ്യരെ അല്ലെങ്കിൽ
കുറേ ജീവിതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എഴുത്തിൽ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന പോലെ വാക്കുകൾ വളരെ പ്രോബ്ലമാറ്റിക്കാണ്. കാരണം അതിൻ്റെ കോണ്ടെക്സ്റ്റുകൾക്കനുസരിച്ച് വ്യത്യാസമുണ്ടല്ലോ. അത് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സിനിമയിലെ പേരുകൾ, കഥാപാത്രങ്ങളുടെ പേരുകൾ. ഇപ്പോൾ എനിക്ക് വളരെ രസകരമായി തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാനെപ്പോഴും ആലോചിക്കാറുള്ളതാണ്. അത് സിനിമയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശങ്കരൻ എന്ന് പറയുന്ന ഒരു പേര് കേരളത്തിൽ ഒരു പ്രത്യേക തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു പേരാണ്. അതായത് ആ പേരിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായത് ശങ്കരൻ എന്ന് പറയുന്ന ഒരു പേര് ഒരു സാധാരണ മനുഷ്യൻ, ഒരു ദളിത് ആയിട്ടുള്ള ഒരാളുടെ പേരിലും അതേസമയം EMS നമ്പൂതിരിപ്പാടിനും ഒക്കെയുള്ളൊരു പേരാണ്. അത്തരം പേരുകൾ വളരെ കുറവാണ്. ചില പേരുകൾ ചില വിഭാഗങ്ങൾ മാത്രം ഉപയോഗിക്കും. അപ്പോൾ അത് തന്നെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് നമ്മളിതിനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം ഇത് സാധാരണ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു കുടുംബത്തിൻ്റെ കഥയിലൂടെയൊക്കെ തന്നെയാണ് പോകുന്നത്. സാധാരണ അതെ അതെ എനിക്ക് ശരിക്കും സനോജിനെ അറിയാമെന്ന് വെച്ചിട്ടൊരു മാധ്യമ പ്രവർത്തകൻ, ഒരു യാത്രാപ്രേമിയൊക്കെ കൂടെയാണ് സനോജ്. ശരിക്കും ഇത് ആദ്യത്തെ സിനിമ എന്നുള്ള നിലയിൽ അരിക് എന്നുള്ള സിനിമ എടുക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കൗതുകകരമായിട്ട് തോന്നുന്നത് കുറേയേറെ പഠനങ്ങളായിരുന്നല്ലോ. ഒരു ആദ്യത്തെ സിനിമ നമ്മൾ ചിത്രീകരിക്കുമ്പോൾ അതിനുള്ള യാത്രകൾ എന്ന് പറയുന്നത് എന്നും ഒരു പഠനകാലം തന്നെയായിരിക്കും. സനോജിനെ സംബന്ധിച്ച് പേഴ്സണലി ഇതിനകത്ത് ഏറ്റവും കൗതുകരമായി നിറഞ്ഞു നിന്നത് എന്തായിരുന്നു? അതിലെ യാത്ര തന്നെയായിരുന്നു, അതോ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടായിരുന്നു? സത്യത്തിൽ ഞാൻ വിജയേട്ടൻ എനിക്ക് പറയേണ്ട ഒരു രസകരമായ കാര്യമാണ്. അതായത് ഞാനിത് ആദ്യത്തെ സിനിമയാണെന്നൊന്നും ഞാൻ എൻ്റെ സങ്കല്പത്തിലില്ല. സത്യത്തിൽ ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടാ അത്. നമ്മളെപ്പോഴും പറയില്ല ദെർ ഈസ് ഓൾവേസ് ഫസ്റ്റ് ടൈം എന്ന് തന്നെയാണ്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഭയങ്കര ആദ്യമായിട്ട് ചെയ്യുന്നതാണെന്നുള്ള മട്ടിലായിരിക്കും അല്ലേ? ഒരു മ്യൂസിക് ചെയ്യുമ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴൊക്കെ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സ്റ്റോറി ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര പരിഭ്രമം എൻ്റെ ഉള്ളിലുണ്ടാവും. പുറത്തേക്കൊന്നും കാണിക്കില്ലായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഓരോ സ്റ്റോറി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു വാർത്ത എഴുതുമ്പോഴോ അത് ആദ്യത്തെ എഴുതുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മാതൃഭൂമിയിൽ പണ്ട് കുറേ കാലം മാതൃഭൂമിയിലായിരുന്നു. അപ്പം എഡിറ്റോറിയൽ പേജിൽ കോളം ഒക്കെ ഉണ്ട്, സ്ഥിരമായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പൊളിറ്റിക്കൽ കോളമിസ്റ്റും ഒക്കെ ആയിരുന്നു. അപ്പം എനിക്കൊരു ഒരു സ്റ്റോറി വരികയോ ഒരു ലേഖനം വരികയോ ഒക്കെ ചെയ്താൽ രാവിലെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഫോണൊക്കെ വരുമ്പം അതിലെന്തോ പ്രശ്നമുണ്ട്. ഇത് നമുക്ക് തുടക്കത്തിൽ തോന്നേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എനിക്കതുണ്ട്. പക്ഷേ എന്നാൽ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ചെയ്യുമായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യത്തെ സിനിമയാണോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്കൊരു കഥ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടൊരു സിനോപ്സിസ് ഉണ്ടാക്കണമെന്ന് തോന്നിയപ്പം സത്യത്തിൽ ഞങ്ങൾ വേറൊരു സിനിമ പ്രോജക്റ്റിൽ ഇതിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ കാണുകയാണ്. KR സുനിൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു സുഹൃത്ത്, ഫോട്ടോഗ്രാഫറായിട്ടുള്ള സുനിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം കാണുന്നുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ദിലീഷ് പോത്തനൊക്കെ അത് ഷെയർ ചെയ്തിട്ട് കാണുന്നുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ഇതൊന്നും നമുക്ക് പറ്റിയ പരിപാടിയല്ല, ഇത് പെട്ടെന്ന് ഒരു സിനോപ്സിസ് ഉണ്ടാക്കലൊന്നും നടക്കുന്നതല്ല, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനത് വിട്ടു. അങ്ങനെ സുനിലൊക്കെ വിളിച്ച് വീണ്ടും പറയുന്നു, വേറെ 1-2 സുഹൃത്തുക്കളൊക്കെ പറയുന്ന സമയത്ത് ഒരു സിനോപ്സിസ് ഇതിനു വേണ്ടി അങ്ങനെ ഒരു കഥ ആലോചിച്ചതാണ് സത്യത്തിൽ. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. അന്നേരം തോന്നിയൊരു പശ്ചാത്തലം മനസ്സിൽ വന്നതോ അതൊരു പക്ഷെ എൻ്റെ അനുഭവ ലോകത്തോ അല്ലെങ്കിൽ ഞാൻ കേട്ട കഥകളിൽ നിന്നൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും. അതാ ഞാൻ ചോദിക്കാം. പക്ഷേ പെട്ടെന്ന് തോന്നിയൊരു കഥയാണ്. പെട്ടെന്ന് അയച്ചതാണ്. അതെന്തോ ഒരു കാരണം കൊണ്ട് അത് ഒരു 90ഓളം സ്ക്രിപ്റ്റിൽ നിന്ന് അവർ ഒന്നാമതായിട്ട് എടുത്ത് അങ്ങനെ അതിലേക്ക് വന്നതാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ ഒന്നാമത്തെ സിനിമയാണ് അങ്ങനെയൊന്നും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ. ഇല്ല, കാരണം ഞാനിങ്ങനെ ചോദിക്കാൻ കാര്യം വെച്ചാൽ ഇപ്പോൾ 10 വർഷത്തിലേറെയായി മാധ്യമപ്രവർത്തനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപാട് യാത്രകൾ ചെയ്യുന്നു. പല സമയത്തും UP ആ ഏരിയയിലൊക്കെ ഇലക്ഷനൊക്കെ കവർ ചെയ്തു. അപ്പം എവിടെയെങ്കിലും ഈ കണ്ട കാര്യങ്ങൾ, കണ്ടു മറന്ന കാര്യങ്ങളിൽ ഒരു മനസ്സിൽ തട്ടി എന്തെങ്കിലും ഒരു വിഷയം അതിനെ എന്തെങ്കിലും ആസ്പദമാക്കിയിട്ടാണോ? ഇനി അഥവാ വീക്കെൻഡ് ഫാനാണ് സനോജ്. അപ്പം അതുകൊണ്ട് അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാതെയൊക്കെ പോകുന്നുണ്ടോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഒരു പക്ഷേ. അതുകൂടെ കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ ഇതൊരു പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നതാണ്. അത് വളരെ സർപ്രൈസിങ് ആയിരുന്നു. ഇത് പോസ്റ്റർ ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജ് ആണിത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പൃഥ്വിരാജിന് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിലോട്ട് എങ്ങനെ എത്തി? ഇത് വളരെ ഒരു റാൻഡം ഡിസിഷൻ ആയിരുന്നു. അഗെയിൻ KSFDCയുടെ ഒരു ചിത്രം ഈ ഒരു ലെവലിലേക്ക് ഇങ്ങനെ ഓരോ തലത്തിലും വലിയ വലിയ ഇതിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൃഥ്വിരാജിലോട്ട് എങ്ങനെയാണ് തീരുമാനിക്കാമെന്ന് അദ്ദേഹം ചെയ്യട്ടെ എന്ന് ഒരു ഇമ്പൾസീവ് തോട്ടായിരുന്നു. അത് എന്ന് വെച്ചാൽ ഓരോ ഘട്ടത്തിൽ സിനിമയുടെ ഒരു മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ഒരു പോപ്പുലാരിറ്റി ഏത് തരത്തിൽ ആളുകളിലേക്ക് ഈ സിനിമ എത്തുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും അത് ആളുകളിലേക്ക് എത്തുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ ഒരു ആത്മസംതൃപ്തിയിൽ മാത്രമായിട്ട് ഒരു വലിയ ഇതൊരു ക്രിയേറ്റീവ് കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോമല്ലേ. മാത്രമല്ല അത്
ഇപ്പം എൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി എനിക്കൊരു പുസ്തകം എഴുതാൻ പറ്റും. പക്ഷെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു എല്ലാ ആളുകൾ കേൾക്കുക അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് പറയുമ്പോഴല്ലേ നമുക്ക് സന്തോഷം. അപ്പം അത് പരമാവധി എത്താവുന്ന രീതിയിൽ എന്താണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്നുള്ളത് അനുസരിച്ച് നമ്മൾ അത് മീഡിയ പബ്ലിസിറ്റി അവരെല്ലാമായിട്ടൊക്കെ ചേർന്ന് പിന്നെ ഇർഷാദ് ഉൾപ്പെടെയുള്ള അവരുടെയൊക്കെ ഒരു സജഷൻ എല്ലാവരും എടുത്ത് അങ്ങനെ ചെയ്തതാണ്. പിന്നെ പേഴ്സണലി വീക്കെൻഡ് ഫാനൊക്കെ എനിക്ക് തോന്നുന്നു വിജയേട്ടനും ഞാനും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഏതാണ്ട് ഒരു സിമിലർ ലൈനിലുള്ള ആൾക്കാരായിരിക്കും. വീക്കെൻഡ് വായിക്കുന്നതുകൊണ്ട് ഉണ്ടായ ഒരു ഗുണം ഇതുമായി ബന്ധപ്പെട്ടൊന്നുമല്ല. അത് നമുക്ക് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ കുറേ കാര്യങ്ങളെ സറ്റയറിക്കലാക്കി കാണാൻ പറ്റും. കുറച്ച് ഒരുപാട് റിലാക്സ്ഡ് ആവാൻ പറ്റും. ആത്മാപഗ്രഥനം അതെ, അതെ, അതെ. അതിനു വേണ്ടി അത് ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയാണ്. ഇപ്പം ഞാൻ വളരെ ഡള്ളായിരിക്കുന്ന ഒരു ദിവസം പോയിട്ട് ഒരു ഒരു വീക്കെൻഡ് സമ്പൂർണ്ണ കൃതികൾ വീട്ടിലിരിപ്പുണ്ട്. അത് എന്നെ സംബന്ധിച്ചൊരു ബൈബിളാണ്. ഒരധ്യായം വായിച്ചാൽ അത്യാവശ്യം നല്ല റിലാക്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര രസകരമായിട്ട് ഈ ലോകത്തെ കാണാൻ പറ്റും. പല അബ്സേഡിറ്റിയും നമുക്ക് ഉള്ളിൽ ചിരിക്കാൻ പറ്റും. സത്യം. അതാണ് അതിനകത്ത് ഒരു സിനിമ വെറുതെ കാണുമ്പോഴും നമുക്ക് ആ, ഇങ്ങനെ തന്നെ. അപ്പം അല്ലാതെ സിനിമ ചെയ്യുന്നതിനെക്കുറിച്ച് ഇതിന് വെച്ചൊരു സിനിമ ചെയ്യണം അങ്ങനെയൊന്നും ആലോചിക്കാറൊന്നുമില്ല. സിനിമ ഭയങ്കര ഇഷ്ടമാണ്. സിനിമ കാണാറുണ്ട്. ധാരാളമായിട്ട് കാലങ്ങളായിട്ട് നമ്മൾ സിനിമകൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം അങ്ങനെ സംഭവിച്ചു പോയൊരു കാര്യമാണ്. ശരിക്കും ഈ സിനിമ യുടെ വിഷയം സംസാരിക്കുന്ന അതിൻ്റെ ഒരു വിഷയം എന്തുമാത്രം പ്രാധാന്യമുള്ളതാണോ അത്രയേറെ പ്രാധാന്യമുണ്ട് അതിൻ്റെ പാശ്ചാത്തല സംഗീതത്തിനും എന്ന് നമുക്ക് അതിൻ്റെ പോസ്റ്ററിലെ ആ പേര് വായിച്ചപ്പോൾ തന്നെ നമുക്കത് ശരിക്കും മനസ്സിലാവുണ്ടായി. അപ്പം ബിജുപാലിനെ സംബന്ധിച്ച് ബിജുപാലിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഈ സിനിമയ്ക്കുള്ള സിനിമയുടെ പാശ്ചാത്തല സംഗീതത്തിന് എന്തുമാത്രം തൂക്കം കൊടുക്കുന്നു അല്ലെങ്കിൽ എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ്? ഇത് ഇപ്പൊ സാജി പറഞ്ഞ പോലെ 2-3 കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്നതാണ്. ഒന്ന് അരിക്, നേരത്തെ പറഞ്ഞ പോലെ മാർജിനലൈസ്ഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് ഇതൊരു മലയാളം സിനിമയാണ്. ഒരു കുടുംബത്തിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ ഉള്ള ഈ നമ്മൾ അരിക് എന്ന് പറയുമ്പോൾ 2 സേഫറായിട്ട് അരികിലൂടെ നടക്കുക, അരിക് ചേർന്ന് ഇരിക്കുക എന്നൊക്കെ പറയാൻ സേഫർ ആയിട്ടുള്ളൊരു കാര്യം ഒന്ന്. മറ്റേതെന്ന് പറഞ്ഞാൽ അരിക് എന്ന് പറയുന്ന അരികത്ത് മാത്രം നിൽക്കാൻ വിധിക്കപ്പെട്ട ഒരു ഇതുണ്ടല്ലോ. അതായത് നടുക്കിലേക്ക് വരാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അത് ഒരു സൈക്കോളജിക്കൽ ട്രോമ കൂടിയാണ് ശരിക്കും. അത് ഒരു വ്യക്തിഗതമല്ല, തലമുറകളോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമൂഹം തലമുറകളായി അനുഭവിക്കുന്ന അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവർ പോലും വിചാരിച്ച ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. അത് തലമുറകൾ കഴിയണം. അത് പരുവപ്പെട്ട് ഈ നടുക്ക് നടക്കുന്നവരും വിചാരിക്കണം അത്, അല്ലേ? അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലിലൂടെ ഒരുപാട് തലമുറകൾക്ക് ശേഷമാണ്. കാരണം ഇത് ഈ ഹെറിഡിറ്ററി ആയിട്ട് നമ്മൾ ഈ ബ്ലഡ് ലൈനിൽ പകരുന്ന ഡിസീസുകളുണ്ട്, അല്ലേ? അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ ഇത് ഈ ഒരു അവസ്ഥ കൂടി ഇങ്ങനെ പകരുന്ന ഒന്നാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ഒരു വ്യക്തി വിചാരിച്ചാൽ അതിനെ ഓവർകം ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. അത് സാഹചര്യം, അവർ ഫീഡ് ചെയ്യപ്പെട്ട അവസ്ഥ, സീസൺ ചെയ്തൊരു അവസ്ഥ, അതിനെ ഓവർകം ചെയ്യുമ്പോൾ അത് എക്സ്ട്രീംലി അങ്ങനത്തെ മറ്റൊരു സൈഡിലേക്ക് പോകുന്ന അവസ്ഥയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്തൊരു സമചിത്തമായിട്ട് ഒരു അവസ്ഥ, ഒരു ട്രാൻസ്ഫോർമേഷൻ, എവല്യൂഷൻ സംഭവിക്കുക എന്ന് പറയുന്നത് കാലത്തിൻ്റെ കണക്കിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ശരിക്കും പറയുന്നൊരു സിനിമയാണ് ശരിക്കും. അത് കുടുംബത്തിൻ്റെ സിനിമ വലുതായി അതൊരു ഇന്ത്യയുടെയോ ലോകത്തിൻ്റെയോ സിനിമയായി മാറുന്നത് ആ ഒരു പോയിന്റിലാണ്. റിയാലിറ്റി എന്ന് പറയുന്നൊരു കാര്യമാണ് ഇതിനകത്ത്. ഈ സിനിമയ്ക്ക് വിപ്ലവത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതായത് ഈ മനഃശാസ്ത്ര പ്രതിസന്ധിയെ വിപ്ലവകരമായി മാറ്റിമറിക്കുന്ന കാര്യമൊന്നുമല്ല സിനിമയിൽ പറയുന്നത്. ഒരു യാഥാർത്ഥ്യമാണ് സിനിമയിൽ പറയുന്നത്. അത് സനോജിൻ്റെ ഒരു യാത്രാനുഭവങ്ങളും പിന്നെ യാത്ര വെറുതെ ചെയ്തുകൊണ്ട് കാര്യമില്ല, മനുഷ്യരെ കാണണമല്ലോ. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇവിടുത്തെ പോലെ പോലുമല്ല. അപ്പോൾ അവിടെയൊക്കെ പത്രപ്രവർത്തനവും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ ഒരു അന്വേഷണ ബുദ്ധിയോടെ ആയിരിക്കും സനോജ് അത് കണ്ടിട്ടുണ്ടാവുക. ഇതൊന്നും നേരിട്ട് സിനിമയിലേക്ക് അങ്ങനെ എടുക്കുകയല്ല ചെയ്തത്. ആ അനുഭവം സിനിമയിലാവുക ചെയ്തത്. അപ്പോൾ ആ സനോജിൻ്റെ ഒപ്പം നമുക്ക് സഞ്ചരിച്ചാൽ മാത്രമാണ് അതിനകത്ത് പശ്ചാത്തല സംഗീതമൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നീതി പുലർത്തുക എന്ന് പറയില്ലേ, കേവലം കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ മനഃശാസ്ത്രത്തെ കൂടി ഒരു പരിധിവരെ അടയാളപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. അതാണ് ഇതിൽ ചെയ്യാൻ ശ്രമിച്ചത്. ശരിക്കും 60 കാലഘട്ടം മുതൽ അല്ലെങ്കിൽ അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഇപ്പം സത്യമാരി പോലുള്ള സിനിമകളിൽ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെന്തുമാത്രം സ്പെഷ്യലായിരുന്നു. അല്ല, ഓരോ സിനിമയും അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സിനിമയും ആദ്യ സിനിമകളാണ്. എല്ലാമല്ല, ഞാൻ പറയാം, ഇത്തരം കുറച്ച് റെയർലി
അതിൻ്റെ സമീപനങ്ങളാണ് അതിനെ പുതിയതാക്കുന്നത് അല്ലെങ്കിൽ ആദ്യത്തേതാക്കുന്നത്. അതിൻ്റെ സൃഷ്ടാവിൻ്റെ സമീപനമാണ് അതിനെ നമ്മൾക്ക് ആദ്യത്തേതാക്കുന്നത്. അങ്ങനെ ഒരു സിനിമ തന്നെയാണ് ശരിക്കും അരികു. അപ്പോൾ ആ രീതിയിൽ മറ്റ് സിനിമകളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല. കാരണം ഇതൊരു ഇൻഡിവിജ്വൽ ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റി ഉള്ളൊരു സിനിമയാണ്. വളരെ സ്വതന്ത്രമായ ആശയം കഥയും പറയുന്നൊരു സിനിമയാണ്. അപ്പോൾ അത് ആ രീതിയിൽ ഒരു അതിൻ്റെ ഒരു വൈയക്തികമായ തലത്തിൽ തന്നെ സമീപിക്കേണ്ടി വരും. കാലഘട്ടം എന്നുള്ളത് മാത്രമല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കാലഘട്ടം എന്ന് പറയുന്നത് എളുപ്പമാണ്. കേരളത്തിൻ്റെ ഒരു ട്രൈബൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് പ്രത്യേകിച്ച് മെയിൻ സ്ട്രീമിലേക്ക് തലമുറകൾ മാറി അർബൻ സബർബൻ ജീവിതവുമായിട്ട് അടയാളപ്പെടുന്നത് അത് പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ കൂടെ ഇത്തരം ഈ ഒറ്റപ്പെട്ട് അരികെ ചേർന്ന് നടക്കുന്ന ഒരാൾ പ്രോട്ടഗണിസ്റ്റ് ആകുമ്പോൾ അവർ ഒരേ സമയം മധ്യവർത്തി സമൂഹവുമായിട്ട് ബന്ധപ്പെടുന്നുകൊണ്ട് അവരുടെ മനഃശാസ്ത്രം അരികെ ചേർന്ന് നിൽക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നൊരു ഡിലെമ സിനിമയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെ വേറെ തരത്തിൽ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ടല്ലോ. സോ ബ്യൂട്ടിഫുൾ. ശരിക്കും ഇത് വളരെ ഇമ്പൾസീവ് ബിജുപാലിനെ വേണം എന്നുള്ളത് ആദ്യ സിനിമ ആ ഒരു തോട്ടിൽ വന്നോ അതോ ഈ ഒരു സിനിമയ്ക്ക് ഇങ്ങനെയുള്ളൊരു മ്യൂസിക് തരാൻ സാധിക്കുന്നത് ബിജുപാലിന് മാത്രമാണോ എന്നുള്ളതായിരുന്നു സനോജിൻ്റെ ഒരു എങ്ങനെയാണ് ഇദ്ദേഹത്തിലേക്ക് എത്തിയത്? അല്ല, തീർച്ചയായിട്ടും അതെ. അതായത് ചില കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. വിജയുടെ നേരത്തെ പരിചയമുണ്ട്. ഞാൻ നേരത്തെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരാളാണ്. സനോജിൻ്റെ ഷോർട്ട് ഫിലിം അതൊരു ഒരുപാട് ക്ലെയിംസ് കിട്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. അതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതും ഈ പറഞ്ഞ പോലെ നല്ലോണം എൻജോയ് ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്. നല്ല രസമായിട്ട് വന്നിട്ടുള്ളൊരു ഇതാണ്. അതും ഈ കുറച്ച് പാൻ ഇന്ത്യൻ അങ്ങനത്തെ ഒരു ഏരിയയാണ്. ആരും ടച്ച് ചെയ്യാത്തൊരു സ്പേസ് വിശ്വാസത്തെക്കുറിച്ചുള്ള വിശ്വാസം. അതെ, അത് 2018 അത് ഇന്ത്യൻ പനോരമ കിട്ടിയ സിനിമ. പിന്നെ മാഡ്രിഡിൽ ഉൾപ്പെടെ ഒരുപാട് ഫെസ്റ്റിവൽസിലൊന്നും ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകൾ കളിച്ചാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് വിജയേട്ടനാണ്. അപ്പോൾ നേരത്തെയും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കോമൺ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഈ പറഞ്ഞ പോലെ ആർട്ട് ഡയറക്ടർ ഗോകുൽദാസും സുനിലും ഒക്കെയാണ്. അപ്പം നേരത്തെ അറിയാം. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി ഇപ്പം ഓരോ പ്രോജക്റ്റിനെ എനിക്ക് വേണമെങ്കിൽ വേറെയും ആളുകൾ നമുക്ക് ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാവുന്ന ഒരാൾ എനിക്ക് കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ആ പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ എന്നെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. കാരണം ഇപ്പം നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ആൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വലിയ ടെക്നീഷ്യൻ ആയിട്ടുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി ഈ സിനിമയിൽ വിജയേട്ടൻ ഉൾപ്പെടെ. പിന്നെ ഈ സബ്ജക്റ്റ് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നറേറ്റീവ് അതിൻ്റെ സോഷ്യൽ ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളോട് ഞാൻ കുറേ അധികം പറയേണ്ട കാര്യമില്ല എന്നുള്ളൊരു സൗകര്യമുണ്ട്. അപ്പം അതിൽ ചില കോണ്ടെക്സ്റ്റുകൾ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ആദ്യം സംസാരിക്കുമ്പം ഇപ്പോൾ വിമോചന സമരം കാലത്ത് നമുക്കറിയാം മന്നത്ത് പത്മനാഭനും അല്ലെങ്കിൽ ആർ ശങ്കർ എന്നൊക്കെ പറയുന്ന കുറേ ഫിഗേഴ്സ് ഉള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് വിമോചന സമരത്തിലൂടെ അട്ടിമറിച്ച ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിന് ശേഷം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ വീട്ടിലൊരു മകനുണ്ടാവുന്ന സമയത്ത് പേരിടുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പം ആ പേര് തന്നെ ഒരു ഡിസ്കഷൻ ആയിട്ട് മാറുന്നുണ്ട്. അതൊക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഞാനങ്ങനെ ആദ്യമായിട്ട് ഞാൻ സ്റ്റുഡിയോ പോയിട്ട് ഈ കാര്യം പറഞ്ഞ ത്രെഡിൻ്റെ പറയുന്ന സമയത്ത് ഒരു ഉദാഹരണം പറഞ്ഞപ്പം വിജയേട്ടൻ ഭയങ്കരമായിട്ട് ചിരിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്. അത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലാവുക എന്നുള്ള ഒരു കാര്യം അപ്പോൾ നമ്മുടെ കുറേ പണി അവിടെ കഴിയുന്നുണ്ട്. പിന്നെ വളരെ പുള്ളിയെ എന്താ പറയുക ഒരുപാട് തിരക്കുള്ള സമയത്ത് ഞാൻ വളരെ ചെറിയ ടൈമിലൊക്കെ എനിക്കിത് കിട്ടേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു. അങ്ങനെ പല കാര്യത്തിൽ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. കാരണം ഈ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചിപ്പോൾ എൻ്റെ ടൈറ്റിൽ കാർഡ് കാണുമ്പം വി.എസ്. സനോജ് എന്നുള്ള പേരിന് ജേർണലിസത്തിൽ ആൾക്കാർക്ക് മീഡിയയിൽ ചിലപ്പോൾ അറിയുമായിരിക്കാം. പക്ഷെ അതിൻ്റെ താഴെയുള്ള പേരുകളാണ് അതിൻ്റെ ഒരു അസറ്റ് എന്ന് പറയുന്നത്. അതിൽ പറയുമ്പം ഇങ്ങനെയുള്ള വിജുപാൽ, ഗോകുൽദാസ് എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ മനീഷ് 2 തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഇലവിഴാപ്പൂഞ്ചിറയൊക്കെ ചെയ്ത ഒരു നല്ല സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ അതുപോലുള്ള ആൾക്കാരുടെ പേരിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ചൊരു വലിയ കാര്യം.
ആണ്. കാരണം ഞാൻ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഒരു തിരക്കഥാകൃത്തിനെ പറ്റിയിട്ടൊരു പേര് വെറുതെ പറയുമ്പോൾ അല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു പാശ്ചാത്യ സംഗീത സംവിധായകനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ടാവുക അല്ലെങ്കിൽ അത് ആലോചിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് അപ്പോൾ ജയചന്ദ്രൻ മാഷിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഭാവങ്ങളായിരിക്കാം ഭാവഗായകൻ നമുക്ക് പെട്ടെന്ന് വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ സംസാരിക്കുമ്പോൾ വീട്ടിൽ പറയും എന്താണെന്നറിയില്ല ബിജിപാലിന് ഉള്ള അദ്ദേഹത്തിനുള്ള ഒരു സിഗ്നേച്ചർ ഒരു ഫ്ലേവർ എവിടെയോ കിടക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ പണ്ട് വാശം കുഞ്ഞ് ചാരുലത ഇറങ്ങിയപ്പോൾ യൂട്യൂബ് തുറക്കുമ്പോൾ പെട്ടെന്ന് തമ്മിൽ കാണുമ്പോൾ പെട്ടെന്ന് ആ ശ്രുതിയുടെ ആ ഒരു മാത്രം ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതാണ് ഇപ്പോഴത്തെ തമ്മിൽ അതാണ് കാണുന്നത്. പക്ഷെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് ബോധിയുടെ എന്തോ ആണോ അല്ലെങ്കിൽ ബിജിപാലിന് എന്തോ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഞാനിത് തുറന്ന് നോക്കുകയും ഫസ്റ്റ് ഫ്രെയിമിൽ കാണുന്നത് ഓക്കെ ആണോ ചാരുന്നു ഹടാ അതാ എന്ന് പറഞ്ഞിട്ട് എവിടെ എന്താണെന്നറിയില്ല. അത് ഒരുപക്ഷെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് ബിജിപാലിനെ സംബന്ധിച്ചിട്ടൊരു ഒരു സംഗീത സംവിധായകൻ എന്നുള്ള നിലയിലാകട്ടെ അതൊരു വരികൾ എഴുതുന്നതിനാവട്ടെ എവിടെ ഒരു ഫ്ലേവർ എന്നും ബിജിപാലിൻ്റെത് എന്ന് പറഞ്ഞ് സിഗ്നേച്ചറായിട്ട് കിടക്കുന്ന ഒന്നുണ്ട്. അതൊരു വളരെ കോൺഷ്യസ് തോട്ടായിട്ട് പലപ്പോഴും കോൺഷ്യസ് അല്ല. അത് ചിലപ്പോൾ നമുക്ക് ഈ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഈ കലാകാരന് പരിമിതിയാണ് അവരുടെ സൗന്ദര്യം എപ്പോഴും ഞാൻ വിചാരിക്കുന്നത്. അവർ നോക്കിക്കാണുന്ന കാര്യങ്ങൾ ഇപ്പോൾ എം.ടിയെ കുറിച്ച് പറയില്ലേ, നാലുകെട്ടുകളിലും അത്തരം തറവാടുകളിലും ഒതുങ്ങിക്കൂടുന്ന അതിൽ നിന്ന് അദ്ദേഹം എഴുതി ഉണ്ടാക്കുന്ന വൈഭവം ആണല്ലോ അദ്ദേഹത്തിൻ്റെ. അതാണല്ലോ നമ്മൾ റെസ്പെക്ട്. ഇപ്പം ഞാൻ അങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്നതല്ല, പക്ഷേ നമ്മളുടെ ചിന്തകൾ പോകുന്ന ഒരു വഴി അതിൽ ഇടപെടലുകൾ ഉണ്ടാവും, നമ്മളുടെ പരുവപ്പെടലൊക്കെ ഉണ്ടാവും. അതനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുമെങ്കിലും നമ്മളുടെ ചിന്തയുടെയോ അല്ലെങ്കിൽ ആലോചനയുടെയൊക്കെ പാറ്റേൺ എന്ന് പറയുന്നത് ജനിതകമാവാനാണ് സാധ്യത. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മളുടെ സമീപനം എങ്ങനെയായിരിക്കും. ഇപ്പോൾ ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് താങ്കൾ ഞാൻ പറയുന്നത് എങ്ങനെ കേൾക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു എസ്തെറ്റിക്സ് ആണ് ശരിക്കും, അല്ലേ? ഒരു വാക്ക് നമ്മൾ എന്തൊക്കെ പറയുന്നു, എന്തെല്ലാം പറയുന്നു നമ്മൾ സംസാരിക്കുമ്പോൾ, അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളാറുണ്ടോ? കേൾക്കാറുണ്ടായിരിക്കും, പക്ഷെ ശ്രദ്ധിക്കാറുണ്ടാവില്ല. പക്ഷേ ചില വാക്കുകൾ നമ്മൾ പറയുമ്പോൾ ഒരു വാക്ക് കൊണ്ടൊക്കെ നമ്മൾ ചിലപ്പോൾ വല്ലാതെ ഇൻസ്പയർഡ് ആയി പോയേക്കാം. അപ്പോൾ അത് നമ്മളുടെ ഒരു ആക്റ്റാണ്. അത് കോൺഷ്യസ്ലി അല്ല അതൊരു നമ്മുടെ ബിഹേവിയറൽ അല്ലെങ്കിൽ തോട്ട് പാറ്റേണിൻ്റെ റിഫ്ലക്ഷനാണ് ശരിക്കും. ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് മറ്റൊരാളെ എടുക്കേണ്ടത് എന്നുള്ളൊരു നിർവചനം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ എനിക്ക് കുറേയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് ചിലപ്പോൾ വർക്കാവാതിരിക്കാം, അത് വേറെ കാര്യം. പക്ഷേ വർക്കായാലും ഇല്ലെങ്കിലും അത് വർക്കായി എന്ന് ഒരാൾ പറഞ്ഞാൽ ഞാൻ സന്തുഷ്ടനാകും, അത്രേ ഉള്ളൂ. പക്ഷേ അതിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. ഞാൻ ഒരു കാര്യം ചെയ്യുന്നതിൽ ഒരു റീസൺ ഉണ്ടാവണമെന്നൊരു ധാരണയുണ്ട്. അതിപ്പോൾ എല്ലാവരും ജെന്യുവിൻലി ഒരു കലയെ സമീപിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവണമല്ലോ, പർപ്പസ് ഉണ്ടാവും. ഒരു അരികെ ചെയ്യുമ്പോൾ കേവലം ഒരു ഫിക്ഷൻ ചെയ്യുക എന്നുള്ളതല്ലല്ലോ. ഇപ്പോൾ കുടുംബചിത്രമാണെന്നൊക്കെ പറയുമ്പോഴും അതുവഴി ഒരു ലോകവീക്ഷണം സനോജ് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു പർപ്പസാണ്. പുറമേ കുടുംബചിത്രം എന്ന് പറയുമെങ്കിലും ആ പർപ്പസ് ഓഡിയൻ വായിച്ചെടുക്കുക എന്നുള്ളതാണ് സനോജിൻ്റെ ആഗ്രഹം, അല്ലേ? അതുപോലെയാണ് എല്ലാ കലാസൃഷ്ടിയും. പർപ്പസ് ഇല്ലാത്തൊരു കലാസൃഷ്ടിയും ഉണ്ടാവേണ്ടതില്ല ശരി. കറക്റ്റാണ്. അപ്പോൾ ആ പർപ്പസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കണം ഇപ്പം ഇതിനൊക്കെ അപ്പുറം 1% മുകളിൽ ബിജിപാലിൻ്റെതായിട്ടുള്ളൊരു ഒരു സിഗ്നിഫിക്കൻസ് ആണ്. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഇപ്പം ദാസേട്ടനെ ആലോചിക്കുമ്പോൾ അല്ലെ ജയേന്ദ്ര മാഷിനെ ആലോചിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് രണ്ട് പേർക്കും രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഇന്ന് പറയുന്ന പോലെ ഒരു പക്ഷേ നമ്മൾ പറയും ഇന്നത്തെ കാലത്ത് 2010 ശേഷം പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ 2007 ആ കാലഘട്ടം മുതൽ വരികൾക്ക് ഇത്രയേറെ നമ്മൾ പ്രാധാന്യം പ്രത്യേകിച്ച് കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ കേട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയൊരു പങ്ക് ബിജുപാലിന് പോകുന്ന ഞാൻ എപ്പോഴും ഞങ്ങൾ സുഹൃത്തുക്കളും എപ്പോഴും നമ്മൾ പറയും. കാരണം ഇന്നത്തെ നമുക്കറിയാലോ റീൽ ജീവിതമാണ് എല്ലാം. ആ റീലിൽ കേൾക്കുന്ന ആ ഒരു 40 സെക്കൻഡിൽ കേൾക്കുന്ന ഏറ്റവും അതിൽ പീക്കായിട്ട് നിൽക്കുന്ന വരികൾ ഏതാണോ അത് നമ്മൾ കേൾക്കുന്നു വിടുന്നു എന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് നമ്മളെത്തി. അതിൽ നിന്ന് കുട്ടികൾ എനിക്ക് തോന്നുന്നു മനസ്സറിഞ്ഞ് പാടുന്ന പാട്ടുകളിൽ നിന്നും കാടേറനോ ഇടുക്കിയുടെ ആ പാട്ടാണെങ്കിലും അവിടെ അവർ വളരെ കോൺഫിഡൻ്റ് ആണ്. അതായത് അവർക്ക് അവിടെ വരികൾ തെറ്റില്ല, അവരായിട്ട് അവിടെ പാടുകയാണ് ചെയ്യുന്നത്. അത് ശരിക്കും ആ കൊടുക്കുന്നത് വരികളിലൂടെ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ്. അതെ. അതെനിക്ക് 1% ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത് പക്ഷേ
ബിജുപാലിനൊരു സൈലന്റ് ആയിട്ട് ഒരു ഇന്നത്തെ കുട്ടികൾക്ക് പറയുന്നതാണോ നമ്മൾ ബേസിക്സ് നമ്മൾ വിടാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ ഇതും മറന്നിട്ടായിരിക്കരുത് ചെയ്യുന്നത്, ബേസ് എന്താന്ന് മറന്നിട്ട് ചെയ്യരുത് എന്ന് പലപ്പോഴും ബിജുപാൽ പറയാതെ കുട്ടികളോട്, ഇന്നത്തെ കുട്ടികളോടും പറഞ്ഞു പഠിപ്പിക്കുന്ന പോലെ ചില വരികൾക്ക് അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നണം അത് കുട്ടികൾ അതുപോലെ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. എന്നൊക്കെ നമുക്ക് റീലുകൾ കാണുമ്പോൾ അവരൊക്കെ മനസ്സറിഞ്ഞാണ് തബലൊക്കെ വെച്ചിട്ട് ഈ പാട്ടൊക്കെ പാടി ഇങ്ങനെ തുറന്നങ്ങ് പാടുകയാണ്. അപ്പൊ ആ അത് ഈ വരികൾ ബേസിക്സ് എന്ന് പറഞ്ഞാൽ ഈ ചരിത്രബോധം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരെ ഇത് ചെയ്തിരിക്കുകയാണല്ലോ, ബാൻ ചെയ്തിരിക്കുകയാണല്ലോ ചരിത്രത്തിൽ നിന്ന്. അപ്പോൾ അത് ചരിത്രത്തിൽ മാത്രം ജീവിക്കേണ്ടതില്ല, പക്ഷെ ചരിത്രം അറിഞ്ഞുകൊണ്ട് മൂവ് ഓൺ ചെയ്യുക എന്ന് പറയുന്നതാണ് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം. അത് എന്തിലും ആയിക്കോട്ടെ, കലയിലും ആയിക്കോട്ടെ, എങ്ങനെയൊക്കെയാണ് ഇത് ഇവോൾവ് ചെയ്ത് വന്നത് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതിനുശേഷമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ചരിത്രബോധം ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു കലാകാരൻ്റെയോ എഴുത്തുകാരൻ്റെയോ സാമൂഹ്യ ജീവിയുടെയോ തന്നെ ഉത്തരവാദിത്തമാണ്. അതിപ്പോൾ അതിനുള്ള വേദികൾ കുറവാണ്. ചരിത്രം നിങ്ങൾ അറിയേണ്ടതില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ പോരെ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ ഉണ്ട്. വിദ്യാഭ്യാസ സിസ്റ്റം ഉണ്ട്. അപ്പം നമ്മൾ ഒരു കുറച്ചുകൂടി ക്യാപിറ്റലിസ്റ്റിക് ആണല്ലോ നമ്മൾ പൊതുവെ. നമുക്ക് എന്താ പറഞ്ഞ, എണ്ണി ചുട്ടാപ്പം പോലെ ഇനി നാളെ മുതൽ ഇത് കിട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു അമിത ബാധ്യതയാണെന്നുള്ളൊരു ചിലപ്പോൾ തോന്നിയിട്ടായിരിക്കും ഒരു സോഷ്യൽ സൈക്കോളജി തന്നെ അങ്ങനെ ആയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു വിത്ത് നമ്മൾ അറിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു ശക്തി ഉണ്ടാവും, എപ്പോഴും ശക്തി ഉണ്ടാവും. അത് മനുഷ്യനാക്കുന്നത് ചരിത്രം തന്നെയാണ്. നമ്മളെ മനുഷ്യനാക്കുന്നത്, എമ്പതറ്റിക് ആക്കുന്നതൊക്കെ ചരിത്രമാണ്, ചരിത്രബോധമാണ്. എന്നിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കും അടുത്തിരിക്കുന്ന ആളെ മനസ്സിലാക്കാനും ഒരുമിച്ച് പോകാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ സെൽഫ് സെൻട്രിക് ആവും. നിനക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയില്ലല്ലോ, എന്താണ് കിട്ടാൻ മാർഗം എന്നൊക്കെ പറയുന്ന ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റയിൽ റീലിലൊക്കെ കാണില്ലേ, എളുപ്പം പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്നൊക്കെ പറയുന്ന സ്ഥലം. അതൊക്കെ ഒരുപാട് കാഴ്ചക്കാരെ കിട്ടുന്ന റീലുകളാണ്. കാരണം പെട്ടെന്ന് ഇൻസ്റ്റൻ്റ്ലി എങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ വാലിഡാണ്. അതൊക്കെ ചിലപ്പോൾ കുറച്ച് അത്രയ്ക്ക് സുഗമമായിട്ടുള്ള ജീവിതമായിരിക്കില്ല ഭാവിയിൽ ഉണ്ടാക്കുക. ഒരു ഈടുള്ള ഒരു ക്യാരക്ടേഴ്സിനെയും, ബോൾഡായിട്ടുള്ള ക്യാരക്ടേഴ്സിനെയും, പ്രതിസന്ധികളെ നേരിടാൻ പറ്റുന്ന ആളുകളെയും കുട്ടികളെയൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചരിത്രം തന്നെയാണ്. ശരിക്കും താങ്കളുടെ 2 കുട്ടികളാണെങ്കിലും ഇപ്പം ദയയും മോനൊക്കെ ആണെങ്കിലും ഒരു ഇന്നിപ്പോൾ ഒരു പ്രീ ടീനേജ് ഫേസ് എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ. അപ്പം ആ കാലത്തൊക്കെ ഇതിപ്പോൾ ഞാൻ ഇതിനപ്പുറം ചോദിക്കുകയാണ്, എൻ്റെ ഒരു നമ്മൾ കുറേ കുട്ടികളെ കാണുന്നതും കേൾക്കുന്നതും കൂടെ കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇന്ന് അവർ എന്തുമാത്രം വളരെ ഫോക്കസ്ഡ് ആണ് പഴയ കാര്യങ്ങൾ അറിഞ്ഞ്, ഇപ്പം അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ പൊതുവേ ഇങ്ങോട്ടേക്കാണ് കിടക്കുന്നത്, ഈ പറയുന്ന ടെക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഇതിലോട്ട് പോകുന്നുണ്ടോ, അല്ലെ കുട്ടികൾക്ക് ഇന്നുള്ളൊരു മാറ്റം അത് ആകാതിരിക്കാൻ പറ്റില്ല ഇപ്പൊ ഈ സമയത്ത്. ടെക് ആവാതിരിക്കാൻ പറ്റില്ല, ശരിയാണ്. പക്ഷെ പക്ഷെ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പഴയ പാട്ടുകൾ കേട്ടുകൊണ്ട് പുതിയ പാട്ട് കേട്ടുകൊണ്ട് അതിൻ്റെ സത്ത എടുത്ത് പുതിയ പാട്ട് ചെയ്യണമെന്നല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക്. പുതിയ പാട്ടിൻ്റെ ഭാഷയും പുതിയ പാട്ടിൻ്റെ വർണ്ണനയും എല്ലാം വേറെയാണ്, എല്ലാം അഡ്രസ്സ് ചെയ്യുന്നതൊക്കെ വേറെയാണ്. അത് മാറണം. പക്ഷെ മാറുന്നതോടൊപ്പം തന്നെ ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയുമ്പോൾ, കാരണം ഓരോ പ്രൊഡക്റ്റും ഓരോ ഒരു സൗന്ദര്യ ശാസ്ത്രം തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് എങ്ങനെ ഉണ്ടായി, അതിൻ്റെ ആർട്ടിക്കുലേഷൻ എങ്ങനെയാണ് സംഭവിച്ചത്, ഒരു വരി പാടുമ്പോൾ ഈ വരി ഇങ്ങനെ ഉണ്ടായത് എങ്ങനെയാണ്, എങ്ങനെ വന്നു, അതിൻ്റെ ട്യൂൺ എങ്ങനെ. ഇപ്പോൾ ജയേട്ടൻ്റെ കാര്യം പറഞ്ഞത്, ഇപ്പം നിൻമണിയറയിലെ ഇത് എപ്പോഴും ആ വരി ഞാൻ എടുത്ത് പറയാറുണ്ട് പാട്ട്, എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു. എന്ന പാട്ട് നിർമ്മലമാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ആൽക്കമി ഉണ്ട്, ഒരു രസതന്ത്രമുണ്ട് പുള്ളിയുടെ. അത് മ്യൂസിക് കമ്പോസറിന് അത്രയ്ക്ക് അതിനപ്പുറത്തേക്കാണ് പോയിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ്, ആ മാജിക് എങ്ങനെ വന്നു എന്നുള്ളത് അത് അറിയണം ഇപ്പോഴത്തെ തലമുറ. എന്നിട്ട് വേണം പുതിയത് ചെയ്യാൻ. കാരണം സൃഷ്ടി പഴയതും പുതിയതുമായാലും സൃഷ്ടിയുടെ ഒരു ബോധമുണ്ടല്ലോ സൃഷ്ടിക്ക് പിന്നിൽ, ആ ബോധം നമ്മൾ അറിയണം. പിന്നെ പഴയതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇല്ലാത്തതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണല്ലോ. ഇല്ലാത്തത് ഞാൻ ഉദ്ദേശിച്ചത് ശൂന്യമായിരുന്നില്ല, അതിൽ നിന്ന് സെൽഫ്ലെസ് ആയിട്ട് അധ്വാനിച്ച് പണിയെടുത്തിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ എൻഡ് യൂസേഴ്സായി മാറുകയാണ്. ടെക്നോളജി നമ്മുടെ കയ്യിൽ വരുന്നു, നമ്മളല്ല ഇത് കണ്ടെത്തിയത്, നമ്മൾ എൻഡ് യൂസേഴ്സാണ്. നമ്മൾക്കത് ഉപയോഗിച്ചാൽ മതി അല്ലേ. ഇപ്പോൾ രാഗം
എന്ന് പറയുന്ന കാര്യം പണ്ടാരൊക്കെ ഉണ്ടാക്കി. പക്ഷെ അത് എൻഡ് യൂസറാണ് നമ്മൾ. അപ്പോൾ അത് നമ്മൾ അറിയണം എന്നുള്ളതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാനിത് ഈ പാട്ടിൻ്റെ കാര്യം പറയാൻ കാര്യം എന്ന് വെച്ചാൽ എക്കാലവും നമ്മൾ ആ പാട്ട് എന്നിറങ്ങി ഇടുക്കി എന്നുള്ള അതിസുന്ദരമായ ഒരു പാട്ട് എന്നിറങ്ങിയപ്പോഴും ഞാനും എൻ്റെ അച്ഛനും അമ്മയുടെ സ്വദേശം തൊടുപുഴയാണ്. അപ്പം നമ്മുടെ കുടുംബമായിട്ട് അവിടെ പോകുമ്പോഴും അല്ല നമ്മുടെ കസിൻസ് ആയിട്ടൊക്കെ അതുവഴി ചുമ്മാ ഒന്ന് കാറെടുത്ത് ഇറങ്ങുകയാണെങ്കിലും ഇടുക്കി എന്ന് അല്ലെങ്കിൽ അത്രയും മനോഹരമാണെന്ന് ആ പാട്ടിലെ വരികളൊന്നും പറയാതെയോ അല്ലെങ്കിൽ അതൊന്നും കാറിൽ പ്ലേ ചെയ്യാതെയോ നമ്മൾ പോകാറില്ല. അപ്പം ഞാൻ താങ്കളുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അതിൽ ഏതോ ഒരു ഇൻ്റർവ്യൂവിൻ്റെ താഴെ ഇങ്ങനെ ഒരു കമൻറ്റും വായിച്ചു. ഒരു ഇടുക്കിക്കാരൻ എന്നുള്ള നിലയിൽ അസൂയാണ് എനിക്ക് നിങ്ങളോട്, ഈ മനുഷ്യനോട് എന്നുള്ളൊരു കമൻറ്റ് ഞാൻ വായിച്ചു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരുപാട് ഇടുക്കിക്കാരെ സംബന്ധിച്ച് അവരുടെ മനസ്സിലുള്ളിലുള്ള ഒരു ചിത്രമുണ്ടാവും. വളരെ ഇമോഷണലായിട്ട് കിടക്കുന്ന ഒരു ചിത്രമായിരിക്കാം. അല്ല ഞാൻ ജനിച്ച് വളർന്ന നാട് ഇന്നതാണെന്ന് പക്ഷെ വാക്കുകളാലോ അല്ലെങ്കിൽ ആ ഒരു ഫ്ലറി ലാംഗ്വേജിൽ പറഞ്ഞെത്തിക്കാൻ അറിവില്ലാത്തെന്ന സ്വന്തം ദേശം ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. അവർക്കൊക്കെ സമ്മാനിച്ച് വളരെ അങ്ങ് മനസ്സ് കൊണ്ടങ്ങ് സമ്മാനിച്ച ഒരു പാട്ടായിട്ട് അവർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നും അതിനെ എല്ലാവരും നമ്മളൊക്കെ ഉൾപ്പെടെ എല്ലാവരും അതിനെ ഉൾക്കൊണ്ടത് പാടുന്നൊക്കെയുണ്ട്. അപ്പം അതിൻ്റെ ഒരു പിറവി ഇന്നും വളരെ സ്പെഷ്യലാണ്. ഇപ്പോൾ അറബിക്കഥയിലെ ആ പാട്ട് തിരികെ എന്നുള്ള പാട്ട് പോലെ തന്നെ ഇതും വളരെ ഒരു സ്പെഷ്യലായിട്ട് തന്നെ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു 2 വരി പാടിയിട്ട് നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാൻ തോന്നുന്നു. അരികിലേക്ക് പോകാല്ലേ അത് നമുക്ക് അരികിലേക്ക് നമുക്ക് ചെല്ലാം. വയ്യാത്തോണ്ട് അത് ഞാനത് വളരെ വലിയ വലിയ ടാസ്ക് കൊടുക്കാണ് വയ്യാണ്ടിരിക്കുമ്പോൾ. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി, മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ മലമേറും നാടല്ലോ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. താങ്ക് യു. ഈ അരികിലേക്ക് അങ്ങനെ ചേട്ടൻ്റെ പാട്ടുകൾ നമ്മൾ ഭയങ്കര ഫേവറേറ്റ് ആയ കുറേ പാട്ടുകളുണ്ട്. ഇപ്പോൾ അറബിക്കഥയൊക്കെ ഒരു കൾട്ടായിട്ട് മാറിയ ഒരു സമയത്ത് അല്ലേ? എല്ലാ പരിപാടികളിലും അറബിക്കഥയിൽ അറബിക്കഥ ശരിക്കും അങ്ങനെ ഒരു കൾട്ട് പെട്ടെന്നാവുമായിരുന്നു അല്ലേ? ആ ഇറങ്ങിയ കാലത്ത് നമ്മളത് പാടുന്നു. സോൾട്ട് ആൻഡ് പെപ്പറിലെ പാട്ടുകൾ ഭയങ്കര രസമാണ്. ഞാനിപ്പോൾ ഈ അടുത്ത് പ്രേമിക്കും എൻ്റെയൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരെ കൊണ്ട് ഞാൻ ആക്ച്വലി അല്ലെങ്കിൽ അതുപോലെ ആകാശമായവളി എന്നുള്ള പാട്ടൊക്കെ അത് ഓരോന്നും ഭയങ്കരമായിട്ട് വേറെ അതിൽ ശരിക്കും ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന ആ കുറെ വരികൾ ഉണ്ടാവില്ലേ? ചില ഇടങ്ങളിൽ പല വരികളും നമ്മുടെ അങ്ങ് നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ കുറെ വരികൾ കിട്ടിയിട്ടുണ്ടല്ലോ. അവർ വലിയ ഭാഗ്യം. ഇത് ഇന്നത്തെ കാലത്ത് അത് കിട്ടാന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ പറഞ്ഞു നമ്മൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഇപ്പം ആ ഒരു 2 വരി അങ്ങ് പാടിയാൽ മതി എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറം അവർക്ക് കേൾക്കേണ്ടതോ ശ്രദ്ധിക്കേണ്ടതോ ആയിട്ടില്ല. പക്ഷെ അതിനപ്പുറം ഈ പറയുന്ന തിരികെ ഞാൻ അല്ലെങ്കിൽ ആകാശമായവളെ അല്ലെങ്കിൽ പ്രേമിക്കുമ്പോഴൊക്കെ പാടുന്നത് ഇന്നത്തെ 16-15 വയസ്സുള്ള കുട്ടികൾ പോലും പാടുമ്പോൾ അവരെത്ര രസമായിട്ടാണ് പാടുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ പാടുമ്പോൾ ഞാൻ പറയും ഇന്നത്തെ കുട്ടികളൊക്കെ അങ്ങ് അവരങ്ങ് അറിഞ്ഞങ്ങ് പാടുകയാണ്. ശരിക്കും അതൊക്കെ ഒരു പക്ഷേ ഞാനതാണ് ആ ഒരു ബിജിപാലിൻ്റെ ഒരു ടച്ച് എന്ന് എനിക്ക് ഉദ്ദേശിച്ചതും ഞാൻ അവിടെ തന്നെയാണ്. അതെല്ലാ സംഗീത സംവിധായകരും അത് ചിലപ്പോൾ കൊണ്ടൊരിക്കണം എന്നുള്ളതല്ലേ ഒരു പക്ഷേ തിരക്കഥാകൃത്ത് പറയുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ സിനിമ ഡയറക്ടർ പറയുന്നതിനനുസരിച്ചൊക്കെ അവർക്ക് എടുക്കാം അതിനെ മാത്രമായിട്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറം 1% അല്ലെങ്കിൽ ഈ പറയുന്ന 2% എപ്പോഴും ബിജുപാലിനായിട്ടുള്ളൊരു സിഗ്നേച്ചർ എന്നും നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണെന്ന് നമുക്ക് പലപ്പോഴും അതുകൊണ്ടൊക്കെയാണ് പുള്ളിയെ അന്വേഷിച്ച് നമ്മൾ പോകുന്നത്, പുള്ളിയെ ബുദ്ധിമുട്ടിക്കുന്നത്. കറക്റ്റ്. ഞാൻ ഇതിൻ്റെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ രക്ഷാധികാരി ബൈജുവിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തപ്പോൾ ഞാൻ എന്നിട്ട് ബിജുവേട്ടനോട് പറഞ്ഞു അതിൽ ബിജു മേനോൻ ദിലീഷ് പോത്തനെ കാണുമ്പം മാത്രം ഒരു പ്രത്യേക രീതിയിൽ ഒരു വയലിൻ ആൻഡ് ഒരു ബിറ്റ് വായിക്കുന്നുണ്ട്. അത് ആ സീക്വൻസിൽ മാത്രമേ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ളൂ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം അത് അവർ തമ്മിലുള്ള ഒരു കണക്റ്റാണ്. ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ പിന്നീട് വന്ന പിള്ളേരാണ്. പക്ഷെ ഇവർ തമ്മിൽ കുറേ കാലമായിട്ട് ബന്ധമുണ്ട്, പക്ഷെ കാണുന്നില്ല. അയാൾ ബിസിനസ്സുകാരനാണ്, പലതുമാണ്. തിരിച്ച് അയാളെ കാണാൻ വരുമ്പം അവർ പഴയ കാര്യം പറയുമ്പോൾ മാത്രം വേറെ ഒരു സാധനം വരുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അന്ന് ഒരു ദിവസം പറഞ്ഞു കണ്ടപ്പോൾ. ഇപ്പം നീലൊളിച്ചും കേൾക്കുന്ന സമയത്ത് രാത്രി ഞാൻ ഇപ്പോഴും കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കും ആ പഴയ പാട്ടിനെ ഒരിക്കലും ഭയങ്കരമായിട്ട് ശ്രദ്ധയോടെ ട്രീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഒരിക്കലും ആ പഴയ പാട്ടിൻ്റെ വളരെ ഫനാറ്റിക്കായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന മനുഷ്യരാണല്ലോ, അത് അവരെ ഒരിക്കലും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അത് കമ്പോസ് ചെയ്ത് അതിനെ റീസ്ട്രക്ചർ ചെയ്ത് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അത് അങ്ങനെ അത്രയും സെൻസിബിളായിട്ട് അത് ചെയ്യുന്ന മനുഷ്യരോട്
കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. വലിയ ഭാഗ്യമാണ്. അതാണ് ബിജുപാൽ വളരെ കറക്റ്റായിട്ട് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പഴയ കാലം എന്തായിരുന്നു, അല്ല അവിടം അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ബിജുപാൽ കുറച്ചുകൂടെ പണ്ടേ ഉണ്ടായിരുന്നുവെങ്കിൽ അന്നത്തെ കാലത്തും വളരെ ഉറച്ചു തന്നെ നിന്നിരുന്ന ഇന്ന് ദാസേട്ടനൊക്കെ നിൽക്കുന്ന പോലെ തന്നെ ഇപ്പോഴും നമുക്ക് ഇന്നത്തെ കാലത്തോട്ടും കിട്ടിയെന്ന് പറയുന്നത് ഒരുപക്ഷെ അത്രയും പഠിച്ചിട്ടും അല്ല അതിനെ ആ, ഒരു ഉള്ളി എന്നുള്ളൊരു വേറൊരു ബഹുമാനം ഉണ്ടല്ലോ, കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് പഠിച്ചിട്ട് വരുമ്പോൾ അത് ഇപ്പോഴും ഇന്ന് കണ്ടിരുന്ന വളരെ വിരളമാണ് അത് അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ട് നിന്ന് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പം എനിക്കിപ്പം അരികിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു സന്തോഷമുള്ളത് ഒന്ന് വിജയേട്ടനുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മനീഷ് സിനിമാറ്റോഗ്രാഫി ചെയ്യാൻ വേണ്ടി മനീഷായിട്ട് നേരത്തെ വലിയ സൗഹൃദമുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിനിമയ്ക്ക് ഇങ്ങനൊരു പ്രോജക്റ്റാണ്, അതിൻ്റെ ഫണ്ട് വളരെ ലിമിറ്റഡ് ആണെന്നൊക്കെ പറയുമ്പോഴും ചില ചലഞ്ചസ് ഞങ്ങൾ ചില എന്താ പറയുക, കുറച്ച് ധിക്കാരപരമായ തീരുമാനങ്ങൾ ഞങ്ങൾ ക്രിയേറ്റീവായിട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഒന്ന് പലപ്പോഴും ഇത്തരം സിനിമകൾ നമ്മൾ വളരെ ലിമിറ്റഡ് ആയ ഒരു ഫണ്ടിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടെക്നിക്കൽ എത്ര കണ്ട് അതിൻ്റെ ടെക്നിക്കൽ രീതികൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏരിയ നമ്മൾ പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യും. അത് ചെയ്യാതിരിക്കാൻ എങ്ങനെ ശ്രമിക്കുക എന്നുള്ളതാണ് ആലോചിച്ചത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആരിയുടെ ക്യാമറയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, അനമോർഫിക് ലെൻസിൽ ഷൂട്ട് ചെയ്യണം തീരുമാനിക്കുന്നു, 2 ക്യാം ഉപയോഗിക്കുന്നു. കാരണം അപ്പോൾ നമുക്ക് അത്രയും ദിവസം കുറച്ച് ദിവസമേ ഷൂട്ടുള്ളൂ. അപ്പോൾ അത്രയും ഷോട്ട്സ് എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ വളരെ ഒരു മോണോട്ടോണസ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ചലഞ്ചസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പിന്നീട് പലതരത്തിലുള്ള കൺസ്ട്രെയിൻസ് നമുക്കുണ്ടാവും നമുക്കറിയാം. അപ്പോൾ അതിലെനിക്ക് കിട്ടിയ ഒരു വലിയ സപ്പോർട്ടാണ് മനീഷായിരുന്നു. പിന്നെ എൻ്റെ കോ-റൈറ്റർ ഉണ്ടായിരുന്നു ജോബി, അവൻ വലിയ സപ്പോർട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വിജയേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അതുപോലെ വർക്ക് ചെയ്ത ഒരാൾ ഗൂഗിൾദാസ് എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടറാണ്. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ ചെയ്ത, അല്ലെങ്കിൽ ജല്ലിക്കെട്ടും തുറമുഖവും ഒക്കെയുള്ള വലിയ സിനിമകൾ ചെയ്യുന്ന ഒരു ഗംഭീര ആർട്ട് ഡയറക്ടറാണ്. ഗൂഗിൾ വളരെ വളരെ അടുത്ത ആത്മബന്ധമൊക്കെ ഉണ്ട്. പക്ഷേ വളരെ തിരക്കുള്ള സമയത്താണ് പാൽത്തു ജാൻവറും പിന്നെ തങ്കം അങ്ങനെ കുറേ സിനിമകളുടെ തിരക്കിലാണ് ഗൂഗിളിൽ നിൽക്കുമ്പോഴാണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കാലഘട്ടം സൃഷ്ടിക്കണം. അപ്പോൾ ഒരു ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു സ്ഥലത്ത് ഒരു വീട് ഉണ്ടാക്കുകയാണ്. ആ വീട് അതുണ്ടാക്കുന്നത് വേറൊരു വീട് ഞങ്ങൾ കണ്ടുവച്ചിട്ട് ആ വീടിൻ്റെ പഴയ വീട് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇവിടെ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഈ വീട് സെക്കൻഡ് ഒരു കാലഘട്ടത്തിൽ ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ വീട്ടിൽ മാറ്റം വരുത്തിയിട്ട് അടുത്ത ഇതുള്ളത്. ഇതെല്ലാം വളരെ സൂക്ഷ്മമായിട്ടും അവരുടെ കൂടെയുള്ള ആർട്ടുകൾ ചെയ്യുന്നവരും അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ സാധാരണ ഇതൊരു വലിയ ബഡ്ജറ്റ് സിനിമയിലാണ് അങ്ങനെ ചെയ്യുക. പക്ഷേ ഈ പറയുന്ന അങ്ങനെ പോവാതെ തന്നെ ഉള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് അതേപോലെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൂടെ നിന്നിട്ടുണ്ട് അവരുടെ ആ ടീം മൊത്തം. അതുപോലെ അതിന് എഡിറ്ററാണെങ്കിലും അങ്ങനെ മേക്കപ്പും ശ്രീജിത്ത് ഗുരുവായൂരാണ്. വളരെ പോപ്പുലറായ ആൾക്കാരാണ്. കുമാർ ഇടപ്പാൾ, വസ്ത്രാലങ്കാരം. പക്ഷേ സനോജിനെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് സനോജ് അങ്ങനെ വെറുതെ ഒന്നൊരു പടം ചെയ്യില്ല എന്നുള്ളൊരു ധാരണ ഉണ്ട് എല്ലാവർക്കും. അതൊരു ആത്മാർത്ഥമായിട്ടുള്ള സമീപനമായിരിക്കും എന്നുള്ളത് അറിയാം. അങ്ങനെയുള്ള ഇതിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വം കൂടിയാണല്ലോ. അതിന് അല്ലാതെ നമ്മൾ ഒരു ഇതായിട്ട് ചെയ്തു കൊടുക്കുക, ഒരു ഔദാര്യം, സൗജന്യം അങ്ങനെയല്ല. അതൊരു ഉത്തരവാദിത്വമാണ്. അങ്ങനെ അതിൻ്റെ കൂടെ നിൽക്കുക, സിനിമ സംഭവിക്കുക എന്ന് പറയുന്നത്. എന്നേക്കാൾ കൂടുതലൊക്കെ ഗൂഗിളൊക്കെ അതിനു വേണ്ടി കുറച്ചുകൂടി മറ്റു രീതിയിലുള്ള ഒരുപാട് കോംപ്രമൈസുകൾ ചെയ്തിട്ടുണ്ടാവും ഗൂഗിളൊക്കെ. കാരണം ഗൂഗിളൊന്നും പ്രത്യക്ഷത്തിൽ വിജയെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. പുള്ളി സംസാരം കേട്ട് ഇങ്ങനെയൊക്കെ കൊട്ടാരങ്ങളും കുടിലുകളും ഉണ്ടാക്കുന്ന ആളാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ നടത്തും. എന്നാൽ ചെയ്യുന്നതിന് എൻ്റെ ഒരു ഓതൻറ്റിസിറ്റി ഉണ്ടാവും. എനിക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടൊക്കെ എനിക്ക് മനസ്സിലായി കൂടുതലൊരു സൗഹൃദ ബന്ധത്തിൽ നിന്നുണ്ടായ ഒരു സിനിമയാണ് അരികെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിക്കാം. പക്ഷെ കാസ്റ്റിങ്ങും അങ്ങനെ തന്നെയായിരുന്നു. അത് ഓഡീഷൻ നടക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിന്റെ കാസ്റ്റിംഗിലൊക്കെ ഈ സൗഹൃദം എനിക്ക് അത് വലിയ ഗുണമാണ്. പക്ഷേ ഈ സൗഹൃദം ഈ സത്യം പറഞ്ഞാൽ ഇവരെ ഇത്തരം ടെക്നീഷ്യൻസിനെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമല്ല. കാരണം അവരെ ബുദ്ധിമുട്ടിക്കുകയാണ് ഞാൻ പലപ്പോഴും ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ അക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവർത്തിച്ച് പറയേണ്ടതില്ല. വളരെ ചില സിനിമകൾ അങ്ങനെയാണ്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ബുദ്ധിമുട്ടിക്കില്ലാന്ന് തോന്നും. പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആർട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. നമ്മൾ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതില്ലാതെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സന്തോഷപൂർവ്വം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിലൊന്നും അങ്ങനെ ബുദ്ധിമുട്ടോ പ്രയാസം അങ്ങനെയല്ല. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ഇപ്പം അങ്ങനെ തിരുത്തിക്കൊണ്ട് പറയുന്നതല്ല. ബട്ട് അങ്ങനെയും സംഭവിക്കണം കല. ഈ സെന്തിലാണെങ്കിൽ ഓരോരുത്തരും
ഇതില് കഴിവ് അവരുടെ കലയുടെ ആ ഒരു അവർക്കുള്ള ഒരു ആ റിസപ്ഷന്റെ സമയത്തുള്ള ആലോചനയിലൂടെ വന്നതാണ്. പിന്നെ കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു അബു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ സെന്തിലിലേക്ക് ഇർഷാദിലേക്കൊക്കെ വരുന്ന ഇർഷാദ് എനിക്ക് ആ ക്യാരക്ടറിനെ എനിക്ക് ഞാൻ മനസ്സിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. മറ്റൊന്ന് ആ കഥ നടക്കുന്ന പ്രദേശത്തിൻ്റെ ഒരു ജിയോഗ്രഫി അതിൻ്റെ ലാംഗ്വേജൊക്കെ അറിയാവുന്ന ഒരാളും ആ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് ആ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് ഇർഷാദ്. ഇർഷാദ് കുറച്ചുകൂടെ ആ രീതിയിൽ പൊളിറ്റിക്കലായ ഒരു മനുഷ്യനാണ്. സെന്തിലേക്ക് വരുന്നത് എനിക്ക് കുറ്റവും ശിക്ഷയും രാജുവേട്ടൻ്റെ സിനിമയുടെ സമയത്ത് സെന്തിലിനെ ജസ്റ്റ് പരിചയപ്പെടുന്ന ആ സമയത്ത് സെറ്റിലൊക്കെ ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു. കാരണം രാജേഷ് എന്ന് പറഞ്ഞിട്ട് രാജുവേട്ടൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. രാജേഷിൻ്റെ വളരെ അടുത്ത സുഹൃത്ത്. അപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ തുടക്കത്തിൽ രാജേഷായിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ രാജേഷാണ് സജസ്റ്റ് ചെയ്ത് നമുക്ക് സെന്തിലിനെ ആലോചിച്ചാലോ എന്നുള്ള രീതിയിൽ. അതിനു മുമ്പ് വേറെ ആലോചനകൾ നടന്നിരുന്നു. അപ്പോൾ പല ഗെറ്റപ്പിൽ പല കാലഘട്ടങ്ങളിൽ വരേണ്ട ഒരു കഥാപാത്രമാണ്. അപ്പം ആ രീതിയിൽ പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരും ഈ പറഞ്ഞ പോലെ വരുന്നത് ചെറിയ ക്യാരക്ടേഴ്സിൽ പോലും വന്നവരാണ് പലരും. ചെറിയ ക്യാരക്ടേഴ്സാണ് പലതും. പക്ഷെ അവരെല്ലാം ഒരു കഥ കേട്ടിട്ട് ആ ഒരു ഇഷ്ടം കൊണ്ട് വന്നതാണ്. ശാന്തി ഉൾപ്പെടെ ഉള്ള ആളുകളെല്ലാം അവർ പ്രത്യേക ഇപ്പോൾ റോണിയുണ്ട്. റോണി ഡേവിഡ് രാജ് എന്ന് പറയുന്ന കണ്ണൂർ സ്ക്വാഡൊക്കെ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്ന റോണി അത്യാവശ്യം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. റോണിയും അതിൽ നല്ല രസമായിട്ടുള്ള ക്യാരക്ടർ ധന്യ. അപ്പോൾ എല്ലാവരും ആ രീതിയിൽ ക്യാരക്ടർ ഉൾക്കൊണ്ടിട്ട് ചെറിയ വേഷങ്ങളാണെങ്കിലും വലിയ വേഷങ്ങളെല്ലാം അങ്ങനെ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്തത് അജയൻ ചാലിശ്ശേരിയാണ്. ശരിക്കും പറഞ്ഞ് എനിക്കുള്ളൊരു സന്തോഷം മലയാളത്തിലെ ഏറ്റവും വലിയ 2 ആർട്ട് ഡയറക്ടർമാരാണ് ഗോകുൽദാസും അജയൻ ചാലിശ്ശേരി. രണ്ടുപേരും ഒരു സിനിമയുടെ ടൈറ്റിൽ കാർഡിലുണ്ട് എന്നുള്ളതാണ്. അത് ഒരു വലിയ സന്തോഷവും എന്താ പറയുക വലിയ അഭിമാനമുള്ള ഒരു കാര്യമാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ച് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. ശരിക്കും ഇതില് ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്തിട്ടില്ലേ? ഇപ്പം ഇന്ത്യയിൽ പലയിടത്തൊക്കെ ഷൂട്ടിംഗ് എവിടെയൊക്കെ തന്നെയായിരുന്നു അതുണ്ടായിരുന്നത്? കേരളത്തിൽ മാത്രമല്ലല്ലോ. ഷൂട്ടിംഗ് കൊല്ലങ്കോടായിരുന്നു. കൊല്ലങ്കോട് പാലക്കാട് ജില്ലയിലെ. പിന്നെ ലക്നൗവിലുമായിരുന്നു. ഈ 2 സ്ഥലത്ത് മാത്രമാണ് ഷൂട്ട് ചെയ്തത്. ഇത് പറഞ്ഞ പോലെ ഒരു 25 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അത്തരത്തിലുള്ള കുറച്ച് ഇതുണ്ട്. ഇതിൽ വളരെ ലിമിറ്റഡായ ഒരു ടൈം ഓഫ് പീരീഡിൽ നമ്മൾ ഷൂട്ട് ചെയ്യണം. കാരണം അതിൻ്റെ ബഡ്ജറ്റ് ഇതാവാതിരിക്കാൻ. അത്തരം എല്ലാതരം ചലഞ്ചസിനുള്ളിൽ നിന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് അങ്ങോട്ടേക്കാണ് വരാനുള്ളത്. 25 ദിവസം നമുക്ക് ദിവസം പരിമിതി അത്രയും ഇതിൽ നിൽക്കുമ്പോൾ ലക്നൗ പോലുള്ളൊരു സ്ഥലത്ത് ഇങ്ങനൊരു ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള രസകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് വലിയ പാടാണ് സത്യം പറഞ്ഞാൽ. UP പോലെ സ്ഥലത്ത് ഒന്ന് പോലീസ് പെർമിഷൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. മറ്റൊന്ന് കേരളത്തിൽ നിന്നൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ വരുമോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്യാൻ വരുമോ എന്ന് പറയുന്നത് വളരെ പ്രജുഡിസ് ആയിട്ട് ചില കാര്യങ്ങളെ അവർ കാണും. UPയുടെ ഒരു വേറെ തരത്തിൽ UP ഏതെങ്കിലും തരത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ശ്രമമാണോ എന്നൊക്കെയുള്ള സംശയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. എനിക്കതിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ എനിക്ക് വലിയ ഒരു ബ്ലെസ്സിങ്ങുകളാണ് ഞാൻ. കാരണം ഞാൻ കുറേ കാലം മുമ്പ് ഈ ദാദ്രി എന്ന് പറയുന്ന സ്ഥലത്തൊരു മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഒരാൾ ബീഫിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് അത് റിപ്പോർട്ട് ചെയ്യുന്ന ഞാൻ അവിടെ മാതൃഭൂമിക്ക് വേണ്ടിയുള്ള സമയത്ത് ആ കേസിൻ്റെ അവിടുത്തെ ഗൗതം ബുദ്ധ് നഗറിലെ SP ആയിട്ട് ഞാനിങ്ങനെ കേസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസാണ് പുള്ളിയായിട്ടുള്ള അന്ന് ആ കോൺടാക്ട് ചെയ്തിരുന്ന ആളെ പിന്നെ ഇടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. ഇതിൻ്റെ ഷൂട്ടിന് ഞാൻ ചെല്ലുന്നു. അപ്പോൾ എനിക്ക് പോലീസ് പെർമിഷൻ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അത് പ്രശ്നമാണ്. അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പുള്ളി അവിടുത്തെ UP കേഡർ IPS ഉദ്യോഗസ്ഥനാണ്. ഇപ്പം CBIയിലാണ്. അപ്പം പുള്ളിയോട് ഞാനിങ്ങനെ ഈ കാര്യം പറയുന്നു. പുള്ളി എനിക്ക് അവിടുത്തെ ഒരു IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞ് നമ്പർ തന്നു. എന്നിട്ട് പുള്ളി സംസാരിച്ച് കുറച്ച് സമയം കഴിയുമ്പം എനിക്ക് പോലീസ് പെർമിഷൻ വാട്സാപ്പിൽ പുള്ളി അയച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ 4 ദിവസം അവിടെ ഷൂട്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് അവിടെ പുറത്തിറങ്ങാൻ പറ്റില്ല ക്യാമറയായിട്ട്. പെട്ടെന്ന് അതൊക്കെ എനിക്ക് ശരിയായിട്ടുണ്ട്. ഞാൻ അവിടെ 4.5 വർഷം ഞാൻ UP സ്റ്റേറ്റ് കറസ്പോണ്ടൻ്റ് ആയിരുന്നു. പക്ഷേ ഒരുപക്ഷെ അത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഈ പറഞ്ഞ പോലെ സൗഹൃദങ്ങൾ വലിയ രീതിയിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അത് വലിയ കാര്യമായിരുന്നു. അങ്ങനെയാണ് അവിടെ ഷൂട്ട് ചെയ്യുന്നത്. അവിടുത്തെ സുഹൃത്തുക്കളും വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തു. കാരണം അവിടെയൊക്കെ നമ്മൾ എല്ലാവരും ഹോട്ടൽ റൂമിൽ പോയി താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബഡ്ജറ്റിലല്ലോ. അവിടെ ഫ്രണ്ട്സ് തന്നെ അവരുടെയൊക്കെ തന്നെ ഫ്ലാറ്റുകളിൽ താമസിച്ച് അവർ കൂടെ ലൊക്കേഷനൊക്കെ നോക്കാൻ വന്ന് അങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ് ഈ സിനിമ മൊത്തം ശരിക്കും വർക്ക് ചെയ്തത്. അത് കൊല്ലംകൂടും അങ്ങനെ തന്നെയായിരുന്നു. ക്രൂവിലുള്ള എല്ലാവരുമായിട്ട് ഭയങ്കര ബന്ധവും സ്നേഹമൊക്കെ ആയിട്ടാണ് പിരിയുന്നത്.
ചിത്രാഞ്ജലിയുടെ യൂണിറ്റിലുള്ളവരൊക്കെ വലിയ രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോകുമ്പോൾ ഒരു ഉത്സവത്തിനൊക്കെ വന്നിട്ട് നമ്മൾ നാട്ടിലെ കുടുംബക്കാരൊക്കെ പോകുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. നമ്മൾ റാപ്പ് ചെയ്യുന്ന സമയത്ത് മേക്കപ്പിനൊക്കെ വൈകിട്ട് ഭയങ്കര എല്ലാവരും ഭയങ്കര ഇമോഷണലായിട്ട്. അപ്പോൾ നമുക്കത് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനമുണ്ട്. കൊല്ലംകോട് എത്ര നാളുണ്ടായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ? കൊല്ലംകോട് 21 ദിവസം, 4 ദിവസം മാത്രം ഉത്തർപ്രദേശിൽ ഷൂട്ട് ചെയ്തു. 4 ദിവസം കൊണ്ട് ഷൂട്ട് കംപ്ലീറ്റ്ലി തീർത്തു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോർഷനാണ്. പക്ഷെ നമുക്കത് ആ രീതിയിൽ വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു ലോജിസ്റ്റിക്സ് ഒക്കെ സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അത് അല്ല അത് പക്ഷെ 4 ദിവസം കൊണ്ട് തീർത്തു കംപ്ലീറ്റ്. അതെ, കംപ്ലീറ്റ്. വളരെ ചലഞ്ചിങ് ആയിരുന്നു. ഭയങ്കര ചലഞ്ചാണ് ഈ സിനിമ. തുടങ്ങി ഇപ്പോൾ എല്ലാ ഘട്ടങ്ങളിലും വളരെ ചലഞ്ചിങ് ആയിട്ടാണ് നമ്മൾ പോയത്. അതാണ് അതിനകത്ത് ഈ പറഞ്ഞ പോലെ അതാണ് അതിനകത്തുള്ള ഒരു അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അതൊക്കെ തന്നെയായിരിക്കും. ഇതന്നെ. ഷോർട്ട് ടൈമിന് വേണ്ടിയാണ് ഇപ്പോൾ പാട്ടുകൾ ചെയ്യുന്നത്. ഷോർട്ട് ടൈമിന് വേണ്ടിയാണ് പർപ്പസ്ഫുള്ളി ചെയ്യുന്നത്. ഷോർട്ട് ടൈം ആയി പോവല്ല ചെയ്യുന്നത്. ഇറ്റ് ഈസ് പർപ്പസ്ഫുള്ളി ഡൺ. ഇത് ഈ കുറഞ്ഞ സമയം കൊണ്ട് മില്യൺസ് വ്യൂസ് ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് അത് പോവുക. ആ സമയത്തെ ടേൺ ഓവറാണ് അതിൻ്റെ കച്ചവടം. അപ്പോൾ ഭാസ്കരൻ മാഷ് എഴുതുമ്പോഴത്തേക്കും വേറൊരു വളരെ നെഗറ്റീവായിട്ട് എഴുതിയിരുന്നു അദ്ദേഹം. വയലാർ എഴുതുമ്പോൾ വേറൊരു തരത്തിൽ സ്വർഗീയ ഗാനങ്ങൾ എനിക്ക് ഈ പ്രേമം പൂത്തുപോലെ വളർന്നല്ലോ എന്ന് അതെ, അത്രയും പൂത്തു- ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഭയങ്കര എങ്ങനെയാണ് സിമ്പിളാക്കി ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ക്രിയേറ്റിവിറ്റി. കടക്കണ്ണിൻ മുന കൊണ്ട് കത്തെഴുതി പോസ്റ്റ് ചെയ്യാൻ ഇടയ്ക്കിടവേലിക്കൽ വരുന്ന ബീവി എന്നൊരു പാട്ട്. പോസ്റ്റ് എന്നൊക്കെ പറയും ഇംഗ്ലീഷ് വാക്ക് നമുക്ക് കരുതുന്നേയില്ല ആ പാട്ടിൽ വരുമ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെ എഴുതിയിരുന്നു. കേവല ഭാഷ, അതായത് സംസാരിക്കുന്ന ഭാഷയാണ്, താളത്തിന് എഴുതുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും ആലോചിക്കും പ്രേമം പൂത്തുപോലെ വളർന്നു എന്ന് പറയാൻ. അതൊരു ഭയങ്കര രസകരമായ പ്രയോഗമാണ്. ആ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സർക്കാരിനെ താഴെയിടുന്ന വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരാളുടെ പേരിടാൻ പറ്റില്ല, പകരം എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരനായ ശങ്കരൻ എന്ന പേരിടണം എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ട്. അതെ. സെന്തിൽ ഇത് കുറേ കഴിഞ്ഞ് അഭിനയിച്ച സെന്തിലിന് അറിയാവുന്ന പുള്ളിയുടെ ഏതോ പഴയ അല്ലെങ്കിൽ പുള്ളിയുടെ കൂടെ ജീവിച്ചിരുന്നവരോ അല്ലെങ്കിൽ പഴയ തലമുറയിലുള്ള ആരെയൊക്കെയോ കണക്റ്റായിട്ട് പുള്ളി ആ ഒരു ഇതിനകത്ത് ആ ലൂപ്പിൽപ്പെട്ട് കുറച്ച് ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ സീൻ നിൻ്റെ ജീവിതമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള സീനാണോ? ഇങ്ങനെ ഒരു ലോകമുണ്ട്, ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട്, ഇത് ഒരുപക്ഷെ നിങ്ങൾ അനുഭവിക്കുന്നതാണ്, ചിലപ്പോൾ നിങ്ങൾ അറിയാത്തത് നിങ്ങൾ കേട്ടത് മാത്രമായിരിക്കും, അല്ലെങ്കിൽ അറിയാത്ത കാര്യമായിരിക്കും. അങ്ങനെ പറയാൻ വേണ്ടി നമ്മളൊരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കുക.